ഹദീത്താണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഹദീത്ത് പറഞ്ഞുതരാം. പുരികങ്ങൾ ചെറുതാക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് ശപിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ ഈ വ്യാഴ് പറയാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെറിയ ഒരു അന്വേഷണം നടത്തി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് ചെയ്യാത്ത പെണ്ണുങ്ങളില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ. സാർവത്രികമാണ്. അതിന് ചെറിയൊരു ഉപകരണം കിട്ടുന്ന എത്ര അങ്ങാടിയില്ലേ, അതിങ്ങനെ പിടിച്ചു കൊടുത്താൽ പുരികം വളരെ ഓരോരുത്തരും തലാട്ടുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി വിവരം അറിഞ്ഞത്. ഞാൻ ഈ ഹദീസ് ഒന്നും ഇവിടെ പറയാതിരുന്നില്ല, കാരണം പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മളെ നാട്ടിൽ പറയേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച് ഒഴിവാക്കി. ഞാൻ ഈ ഹദീസിനെ കണ്ടപ്പോ ഞാൻ ചെറിയ അന്വേഷണം നടത്തി ഇന്നലെ ഈ വിഷയം ഒന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇത് ചെയ്യാത്ത പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലില്ല. അത്രയും സാർവത്രികമായി പുതിയ പെണ്ണുങ്ങളൊക്കെ. അത് പിന്നെ ഒരു ചെറിയ പ്രത്യേക ഉപകരണം കിട്ടും അത്ര. എന്താ അതിന് പറയാ? എന്താ അറിയൂലേ? എന്തോ ഒരു പേരുണ്ട് അതിന്, അറിയൂലേ? അറിയോ? നിങ്ങൾക്കൊക്കെ അറിയും. നിങ്ങളെ കൊണ്ടൊക്കെ പലവട്ടം പെണ്ണുങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. എനിക്കറിയാലോ, പിന്നെ നിങ്ങൾ പറയൂല. കാരണം അങ്ങനെയാണല്ലോ, പറഞ്ഞു പോയാൽ തന്നെ ചിലപ്പോൾ പെണ്ണുങ്ങളോട് എന്ത് പറയുന്നുള്ള പേടി ഉണ്ടാവും. മുമ്പ് ഒരു ഇന്റർവ്യൂവിന് വന്ന ഒരാളുടെ ഒരു കഥ ഉണ്ട്. ഇങ്ങനെ ഒരു കഥ ഉണ്ട്. ഒരാള് അവനാന്റെ ഭാര്യമാരെ പേടില്ലാത്തവരെ എണീറ്റ് നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ കുറെ ആളുകൾ എണീറ്റുന്നു. ഭാര്യമാരെ പേടില്ലാത്തവരെ എണീറ്റ് നിൽക്കൂ, അപ്പൊ വേറെയും കുറെ ആളുകൾ എണീറ്റുന്നു. ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചപ്പോ, അപ്പൊ ആ രണ്ടിലും എണീറ്റ് നിൽക്കാത്ത ഒരാളെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ എന്താ രണ്ടിലും എണീക്കാത്തത്? പേടിയുള്ളവരെ കൂട്ടത്തിലും നിങ്ങൾ എണീറ്റില്ല, പേടിയില്ലാത്തവരെ കൂട്ടത്തിലും നിങ്ങൾ എണീറ്റില്ല, അതെന്തേ? അപ്പൊ ഇയാൾ പറഞ്ഞത്രേ, ഏതിലാണ് എണീക്കണ്ടേ? നിങ്ങൾ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതൊന്ന് ചോദിക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ എണീക്കാഞ്ഞത്. അപ്പൊ ഏതിലാണ് എണീക്കണ്ടെന്നും അയാൾക്കോളമെന്നത് ചോദിക്കണം. ആ കൂട്ടത്തിലായതുകൊണ്ടാണ് ഇത് പറയാത്തത്. നിങ്ങൾക്ക് ഈ ഉപകരണത്തിന്റെ പേര് വരെ അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നെ ഇതെങ്ങനെ ചെറുതാക്കി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ച കുത്തുന്ന പെണ്ണുങ്ങളെ അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് പുണ്യനബി. പിന്നെയോ പിന്നെ രാഗിയിട്ട് പല്ലൊപ്പിക്കുന്ന പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് പുണ്യനബി. ഒക്കെ പറ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? ഒന്ന് പച്ച കുത്തുക. പച്ച കുത്തറ ഏതെങ്കിലും കളർ കൊണ്ട്, പച്ച കറുപ്പ് അതുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തും. ഇവിടെയൊക്കെ കുത്തും, ഇവിടെയൊക്കെ കുത്തും. ഒക്കെ നല്ലൊരു രീതിയാണ്. ഇഷ്ടം പോലെ കാണാം. അതായത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർവ്വസാധാരണമായി ഈ കുത്തി കൊടുക്കുന്ന ആളുകളെ എവിടെയും കാണുന്നുണ്ട്. ഊട്ടിയിലോ മറ്റോ സ്ഥിരമായി കുത്തി കൊടുക്കുന്ന ആളുകളെ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഇതന്നെ വാശിറ എന്ന് പറഞ്ഞാൽ തഹ്ദീദുൽ അസ്നാനി രാക്കുപകരണം കൊണ്ട് പല്ലിനെ ചെറുതാക്കുകയും സമമാക്കുകയും ചെയ്യുക. മനസ്സിലായില്ല? രാക്കുപകരണം, രാഗുന്ന, മനസ്സിലാവണില്ലേ പറഞ്ഞത്? രാഗുന്ന ഉപകരണങ്ങൾ കൊണ്ട് പല്ലിനെ രാഗിയിട്ട് ശരിയാക്കുക, പല്ലിനെ ചെറുതാക്കുക. ഇതൊക്കെയാണല്ലോ സത്യത്തില് ബ്യൂട്ടി പാർലറിൽ നടത്തുന്ന പ്രധാനപ്പെട്ട പണി. അത് പെണ്ണുങ്ങളാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ തന്നെ ഈ പണിയാണല്ലോ നടത്തുന്നത്. ഈ പണി അള്ളാഹു ശപിച്ചിട്ടുണ്ടെന്ന് പുണ്യനബി. നാമിസത്തിന്റെ ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. നാമിസ എന്ന് പറഞ്ഞാൽ ഇസാലത്തു ഷാരിൽ ഹാജിബൈനി, കൺപുരികങ്ങളുടെ മുടിയെ നീക്കുക. ഒന്നുകിൽ അടിഭാഗത്തില്ലാതെ മുകൾ ഭാഗത്തിൽ നേരിയ നാരാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് രണ്ടിനെയും സമമാക്കി നിർത്താൻ വേണ്ടി ഷേപ്പ് ഉണ്ടാക്കുക. മനസ്സിലായില്ല? നാമിസ എന്ന് പറഞ്ഞാൽ അതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാമിസ എന്ന് പറഞ്ഞാല് ഇതന്നെ പുരികങ്ങളെ നേർമയാക്കുക, കണ്ടാൽ ഒരു മനോഹരം ഷേപ്പാക്കുക പുരികങ്ങളെ. ആ പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പറയാ. നോമ്പും നോൽക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക, തറാവീഹ് നിസ്കരിക്കുക, ഇതും ചെയ്യുക. അങ്ങനെയാണ്. അതായത് ഇബ്ലീസിനെ ഒരു കയ്യിലും ആദമിനെ മറ്റേ കയ്യിലും പിടിക്കുക. തന്നെ മാടികളാകുക. അതന്നെ മുടിയിലേക്ക് മുടി ചേർക്കുന്ന പെണ്ണുങ്ങളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട്. മുടിയിലേക്ക് മുടി ചേർക്കുക. വാസില അൽ വസ്ലു വസ്ലു ശൈരി ബിശൈരി ഔ ശൈരിൽ ആഖിരി ഔ ശൈരിൻ സുനായിൻ. ഒന്നിരിക്കൽ ഒറിജിനൽ മുടി കൂട്ടുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുടി കൂട്ടി ചേർക്കുക. ഇതൊക്കെ ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് ബുഖാരി കൊടുത്തിട്ട് അതിന്റെ താഴെ വേറൊരു ഹദീസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇന്നമാ ഹലകത് ബനു ഇസ്രായീൽ ഹീന തഖല ഹാദിഹി നിസാഉഹും. ഇത് പെണ്ണുങ്ങൾ ഈ പണി തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലി സമൂഹം ഒന്നിച്ച് തകർന്നു പോയത്. സ്വഹീഹുൽ ബുഖാരി.
അതായത് ബ്യൂട്ടി പാർലറുകൾ വർദ്ധിച്ചപ്പോഴാണ്, അതായത് പല്ല് രാഗി ഒപ്പിക്കും. ശ്രദ്ധിക്കുന്നുണ്ടാ? ഈ ഹദീസിന്റെ താഴെ ബുഖാരിയിൽ വേറെ ഹദീസ് കൊടുത്തിട്ടുണ്ട്. പല്ല് രാഗി ഒപ്പിക്കുക, കണ്ണ് നേർമയാക്കുക പോലെയുള്ള പണികൾ ഇസ്രായേലി പെണ്ണുങ്ങൾ തുടങ്ങിയപ്പോഴാണ് ഇസ്രായേലി ജനതയെ തൗറാത്തും ഇഞ്ചിയിലും ലഭിച്ചിട്ടും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തന്നെയാണ്. അതാ തന്നെയോ അങ്ങനെ ആണുങ്ങളും സൗന്ദര്യം കൂട്ടുക. പെണ്ണുങ്ങളെ സൗന്ദര്യം കൂട്ടലിൽ മറ്റൊരു ഭാഗമാണ് ഇത്. എന്ത്? നമ്മളെ നഖത്തിൽ ഇന്നത്തെ മൈലാഞ്ചി എന്ന് പറയുന്ന മൈലാഞ്ചി, ട്യൂബ് മൈലാഞ്ചിയിൽ ഏകദേശം മൈലാഞ്ചികളൊക്കെ ഒരു തരം എന്താ പറയാ, പെയിന്റ് ആണ്, സനായിയാണ്, ഒറിജിനൽ അല്ല. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അത് ഉപയോഗിച്ചാൽ ഉളൂവിന്റെ വെള്ളം ചേരൂല്ല. ശ്രദ്ധിക്കണം, ഉളൂവിന്റെ വെള്ളം ചേരില്ല. കാരണം പലപ്പോഴും അത് പിന്നെ പൊടിഞ്ഞു പോകുന്ന സാധനമാണ്. ഉളൂവിന്റെ വെള്ളം ഒരിക്കലും ചേരൂല്ല. ജനാപത്തും തീരൂല്ല, ഉളൂവും തീരൂല്ല, അവിടെ കിടക്കും. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? ഒന്ന് പറ, മനസ്സിലാവണില്ലേ? ഇന്ന് ഏകദേശം നമ്മളെ പെണ്ണുങ്ങളുടെയൊക്കെ ഈ ഉപയോഗിക്കുന്ന ക്യൂടെക്സ് പോലെയുള്ള സാധനങ്ങൾ, ട്യൂബ് മൈലാഞ്ചി അടക്കം, ട്യൂബ് മൈലാഞ്ചി ഉപയോഗിച്ചാൽ നമ്മളെ നാടൻ മൈലാഞ്ചിയേക്കാൾ ചുവപ്പുണ്ടാവും. പക്ഷേ പ്രശ്നം പലപ്പോഴും അങ്ങനെ വരും, ആ കെമിക്കൽ ഉണ്ടാകും. ആ കെമിക്കൽ മനസ്സിലായില്ല. ഹെന്ന ഉപയോഗിക്കാം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫിത്രത്തിൽ അംബിയായി അൽ ഹന്നാഉ, മൈലാഞ്ചി ഉപയോഗിക്കൽ അംബിയാക്കന്മാരെ ചര്യയാണ് റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പാറിയിട്ട് ഇന്ന് നമ്മുടെ ടെലിവിഷനിലും മറ്റും പ്രൊജക്ട് ചെയ്യപ്പെടുന്ന പടിഞ്ഞാറൻ ഉപകരണങ്ങളെ തഖ്ലീദ് ചെയ്ത് നമ്മളെ നാട്ടിലോ മറ്റോ ഉണ്ടാക്കുന്ന ഉപകരണങ്ങൾ, ഒരിക്കൽ പടിഞ്ഞാറൻ ഉപകരണങ്ങൾ അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഉപകരണങ്ങളെ തഖ്ലീദ് ചെയ്തിട്ട് നമ്മളെ നാട്ടിൽ ഉണ്ടാക്കുന്ന തഖ്ലീദ് ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് നഖം ഭംഗിയാക്കുക, ഇതൊക്കെ ചെയ്യുക. അവസ്ഥയിൽ മരിച്ചുപോയാലോ? അങ്ങനെ മരിച്ചുപോയാലോ? ആ മരണം ചിലപ്പോൾ ആക്സിഡന്റ് ആയിരിക്കും. ആ ആക്സിഡന്റ് ആവുമ്പോൾ ഇതൊന്നും ശുദ്ധീകരിക്കാൻ വരെ കഴിയില്ല. അപ്പോൾ എന്തുണ്ടാകും? അങ്ങനെ തന്നെ കൊണ്ട് കുഴിച്ചിടും. കുഴിച്ചിട്ടാലോ നിസ്കാരം സഹിയാവൂല. അഥവാ അവളെ മേൽ നിസ്കാരമില്ലാതെയാണ് അവളെ കുഴിച്ചിട്ടത്. കാരണം ഉത്തരവാദി അവൾ തന്നെയാണ്. ചിലപ്പോൾ ഒഴുക്ക് വെള്ളം പാരേണ്ട സമയം വരും. ഇതൊന്നും ചുരണ്ടിക്കളയാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നഖം ഒരു ഷേപ്പിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. നഖം ചുരണ്ടണം എന്ന് വെച്ചാൽ തന്നെ സാധനത്തോടു കൂടെ ഇന്ന് ഇങ്ങനത്തെ സാഹചര്യത്തിൽ മരിക്കലുണ്ടാവുമല്ലോ, ആക്സിഡന്റ്. ആ ആക്സിഡന്റിൽ ഇനി നഖം ഒന്ന് ശരിയാക്കണം എന്ന് വെച്ചാൽ തന്നെ നടക്കൂല. കാരണം ചുരണ്ടാനൊന്നും പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പിന്നെ അവിടെ എന്താ ചെയ്യാ? ഒരു വളരെ മനസ്സിലായ ഒഴുക്ക്, ആ ഒഴുക്ക് വെള്ളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കൂല. ആ ഒഴുക്ക് വെള്ളത്തിൽ ഈ പ്രശ്നം പരിഹരിക്കൂല. ഒരു കുത്രത്തും മിനൽ ബശറത്തോ ഏതെങ്കിലും ഒരു നഖോ തൊലിയോ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും വെള്ളം ചേരാതെ കിടന്നാൽ അവിടുത്തെ നിസ്കാരം, മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം, മയ്യത്തിന്റെ മേലുള്ള നിസ്കാരം സഹിയാവൂല. അപ്പോൾ കാഫറത്തിനെ കുഴിച്ചിട്ടതുപോലെയാണ് ഇവിടെ കുഴിച്ചിട്ടുണ്ടാവുക. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ഒരു പേടിയില്ല. അതിന് മരിക്കുന്ന പേടിയില്ലല്ലോ. മരിക്കും, അതിലിപ്പാർക്കാ പേടിയുള്ളത്? മരിക്കും, അതിലിപ്പോ എന്താ ബേജാറുള്ളത്? ആർക്കാ പേടിയുള്ളത്? മരിക്കും, അതിലിപ്പോ എന്ത് പേടിയുള്ളത്? ഇത് വളരെ ശ്രദ്ധിക്കണം. രണ്ടവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് തേക്കും. എന്ത്? ആണുങ്ങളെ മനസ്സിലാവണില്ല. ആണുങ്ങള് നിര മറക്കാൻ വേണ്ടിയിട്ട് ചില അശ്നാനികൾ, ഗോദ്രേജ് പോലല്ലേ, ഈ അശ്നാനികൾ തേക്കും. ഈ അശ്നാനികൾ തേക്കുമ്പോൾ കവറേഡ് മുടിയായിരിക്കും. മനസ്സിലായില്ല? തടിയുള്ള ഒരു സൈസ് പിന്നെ ഈ സാധനങ്ങളാണ് ഈ ഗോദ്രേജിന്റെയോ പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു സാധനം ഉണ്ട്, എന്താ പറയാ, പീക്കോക്ക് ഇല്ലേ? അല്ല, ഈ സാധനങ്ങൾ ഉപയോഗിച്ചാൽ കവറേഡ് മുടിയായിരിക്കും. ആക്സിഡന്റിൽ ഒരു കുത്തങ്ങോട്ട് കുത്തി, അപ്പോൾ പിന്നെ കഴിഞ്ഞു. ആചാര്യം മരിച്ചു, അല്ലെങ്കിൽ മൂല്യരും മരിച്ചു, അല്ലെങ്കിൽ ഇന്നാലിനാളും മരിച്ചു. പിന്നെന്തേ? തലയും തലച്ചോറും മുടിയും എല്ലാം കൂടി കൂട്ടി ഇനി മുടിയൊന്നും ചെയ്യാൻ കഴിയില്ല. മുടിയൊന്നും ശുദ്ധീകരണം ചെയ്യാൻ നടക്കൂല. പിന്നെ അവിടെ എന്താ ചെയ്യാ? ആചാര്യ മയ്യത്തിന് മേലെ ഒരു ഒഴുക്കുവെള്ളം അങ്ങോട്ട് പറഞ്ഞു. മെഡിക്കൽ കോളേജിന്റെ അവിടുന്ന് ഒരു ഒഴുക്കുവെള്ളം പറഞ്ഞു. അവിടുന്ന് നിസ്കരിച്ചു. ആ നിസ്കാരം ശരിയായിട്ടില്ല. പരയെ കൊണ്ട് നിസ്കരിച്ചു, ഒന്നും ശരിയാവില്ല. ആചാര്യ കുഴിച്ചിട്ടു. എങ്ങനെ? കാഫിറിനെ കുഴിച്ചിട്ടതുപോലെ. ബഹുമാനപ്പെട്ട ആചാര്യ അങ്ങനെ കുഴിച്ചിട്ടുണ്ടാവുക. ഇതന്നെ കാരണം എന്താണെന്നറിയോ? ചൊങ്കനും ചെറുപ്പക്കാരനും ആകാൻ. ഇപ്പൊ ഈ കഴിഞ്ഞ റമളാന്റെ തലേ ദിവസം ബാവാട് ഉസ്താദ് വയറിൽ പറയുന്നത് കേട്ടു. 40 വയസ്സ് കഴിഞ്ഞോ പിന്നെ കുണ്ടനാകാൻ നോക്കരുത്. പടിഞ്ഞാറൻ ഉൽപ്പന്നത്തിന്റെ പിന്നാലെ നമ്മൾ പോയി. ചെറുപ്പക്കാരായ കുട്ടികളൊക്കെ ഇങ്ങനെ പിന്നാലെ ആണുങ്ങൾ കൂടും. സുന്ദരിയായ കന്യകയുടെ പിന്നാലെ കൂടും പോലെ ചെറുപ്പക്കാരായ ആൺകുട്ടികളെ പിന്നാലെ കൂടുന്ന കാലഘട്ടം വരുമെന്ന് പുണ്യനബി. കാരണം ആ രൂപത്തിലുള്ള സൗന്ദര്യം ആണുങ്ങൾക്കും വരും. അങ്ങനെയാണ്.
അങ്ങനെയാണ് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, നമ്മളെ ചില സദസ്സിലൊക്കെ കണ്ടൊക്കെ ചെറുപ്പക്കാരെ ഇങ്ങനെ ഈ കർട്ടന്റെ അവിടെ നിർത്തിയിട്ട്, ഈ കർട്ടന്റെ അവിടെ ഒരു ചെറുപ്പക്കാരൻ, നമ്മളെ ചില ചെറുപ്പക്കാരെ ഈ മീശയും താടിയൊക്കെ ഇങ്ങനെ വടിച്ച ചില ചെറുപ്പക്കാരെ ഈ കർട്ടന്റെ ഇവിടെ എങ്ങനെ നിർത്തുക, എന്നിട്ട് അവരെ ഫേസിന്റെ അവിടെ മാത്രം ആ കർട്ടൻ കട്ട് ചെയ്യാം, എന്നിട്ട് അവരെ മുമ്പ് കാണാത്ത ഒരു സംഘം ആളുകളെ പിന്നെ അവിടെ നിർത്തിയിട്ട് വേണമെങ്കിൽ പറയാ, നല്ലൊരു പുതിയെണ്ണാണ്, കെട്ടിക്കാനായ പെണ്ണാണ്, നോക്കേണ്ട ആളുകൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ